സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഉടനീളം പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ പവേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്പൈഡർമാന്റെ ഓർഗാനിക് വെബ്സ്. അതെ, MCUവിൽ സ്പൈഡർമാന് ഇനി ടെക്നോളജിയെയോ വെബ് ഷൂട്ടേഴ്സിനെയോ ആശ്രയിക്കേണ്ടി വരില്ല. ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ പോലെ തന്നെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും ഇനി മുതൽ ബോഡിയിൽ നിന്ന് വെബ്സ് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിന് എന്താകാം സംഭവിക്കാൻ പോകുന്നത്? പീറ്റർ പാർക്കർ യഥാർത്ഥത്തിൽ ഒരു സ്പൈഡർ ആയിട്ട് മാറുകയാണോ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആരാകും പീറ്റർ പാർക്കറിനെ ക്യൂർ ചെയ്യുക? DNA ഒക്കെ മ്യൂട്ടേറ്റ് ചെയ്ത് വളരെ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്പൈഡർമാനെ ആർക്കാകും തടയാൻ സാധിക്കുക? എല്ലാം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഈ ഷോട്ടിൽ പീറ്റർ പാർക്കർ വെബ്സിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന പീറ്റർ പാർക്കറിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ താഴേക്ക് വീഴാൻ പോകുന്ന പീറ്റർ പാർക്കർ തന്റെ കൈകൾ ഉപയോഗിച്ചാണ് വെബ്സ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ട്രെയിലറിൽ ഈ ഒരു ഷോട്ടിലാണ് ആക്ച്വലി പീറ്റർ പാർക്കറിന് ഓർഗാനിക് വെബ്സ് പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മൂവിയിൽ പീറ്റർ പാർക്കറും തനിക്ക് ഓർഗാനിക് വെബ്സ് പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു സീനിലായിരിക്കാം. ഈ ഒരു മൊമെന്റിലാകാം തന്റെ ഉള്ളിൽ ബയോളജിക്കൽ ലെവലില് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പീറ്റർ പാർക്കർ മനസ്സിലാക്കുന്നത്. അതായത് തന്റെ പവേഴ്സ് വർദ്ധിക്കുകയോ ഇവോൾവ് ചെയ്യുകയൊക്കെ ആകാമെന്ന് അവൻ മനസ്സിലാക്കുന്നത്. ഓർഗാനിക് വെബ്സിനെ പറ്റി മാത്രമല്ല, ട്രെയിലറിൽ ഉടനീളം പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന് ഇന്നേ വരെ കാണാത്തത്ര ശക്തിയും വേഗതയും കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയ ഒന്നാണ്. മാത്രമല്ല, പീറ്റർ പാർക്കറിന്റെ സ്പൈഡർ സെൻസ് പഴയതിനേക്കാൾ ഷാർപ്പായിട്ട് വളരെ വേഗത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നും നമുക്ക് ഈ ട്രെയിലറിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒരൊറ്റ ഐഡിയയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പീറ്റർ പാർക്കറിന് പുതിയ എബിലിറ്റീസ് മാത്രമല്ല ലഭിക്കുന്നത്, അവൻ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകാൻ തുടങ്ങുന്നത്. അതിനെപ്പറ്റി ഞാൻ വഴിയെ പറയാം. സ്പൈഡർമാൻ നോ വേ ഹോമിൽ 3 പീറ്റർ പാർക്കറും അവരുടെ വെബ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. That came out of you. Yeah. You can't do that, huh? No. ആ സമയത്ത് ഒരു ഹ്യൂമർ രീതിയിലാണ് മാർവൽ സ്റ്റുഡിയോസ് ഈ സീനൊക്കെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ കാണിച്ചത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാന്റെ ഓർഗാനിക് വെബ് എന്ന കോൺസെപ്റ്റ് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനിലും മാർവൽ സ്റ്റുഡിയോസ് അപ്ലൈ ചെയ്യുകയാണ്. പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേഷൻ ഒക്കെ ഒരുപക്ഷെ സ്പൈഡർമാൻ ദി അതർ എന്ന കോമിക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാകാം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണിക്കാൻ പോകുന്നത്. സ്പൈഡർമാൻ ദി അതർ എന്ന കോമിക്കില് നിയർ ഡെത്ത് എക്സ്പീരിയൻസിലേക്ക് പോകുന്ന പീറ്റർ പാർക്കർ വെബ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊക്കൂണിൽ നിന്നുമാണ് റീബോൺ ചെയ്യുന്നത്. കണ്ടാൽ പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരു രൂപമാണ് റീബോൺ ചെയ്ത പീറ്റർ പാർക്കറിൽ നമ്മൾ കാണുന്നത്. ആ വെബുകൾ കൊണ്ട് നിർമ്മിച്ച കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന പീറ്റർ പാർക്കർ വളരെ ശക്തനായിട്ട് മാറുകയും അവന്റെ പവേഴ്സ് ഒക്കെ എൻഹാൻസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാകാം ട്രെയിലറിൽ കാണിക്കുന്നത്. മാർവൽ സ്റ്റുഡിയോസിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഈ ഒരു ഷോട്ട് ട്രെയിലറിൽ വെറുതെ അങ്ങ് കാണിച്ചതല്ല. സ്പൈഡർമാന്റെ റീബർത്തിനെയാണ് ട്രെയിലറിലെ ഈ ഒരു ഷോട്ട് സൂചിപ്പിക്കുന്നത്. പീറ്റർ പാർക്കറിന്റെ DNA അവന്റെ ഹ്യൂമൻ സൈഡിനേക്കാൾ കൂടുതൽ അവന്റെ സ്പൈഡർ സൈഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പീറ്റർ പാർക്കർ സ്പൈഡർ പവേഴ്സ് ഉള്ള ഒരു ഹ്യൂമൻ ആണോ, അതോ അവൻ പതിയെ മ്യൂട്ടേറ്റ് ചെയ്ത് ഒരു സ്പൈഡർ ആയിട്ട് മാറുകയാണോ? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം ഇപ്പോൾ ഫാൻസിന്റെ ഇടയിൽ കറങ്ങി നടക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ട്രെയിലറിൽ ഈ ഒരു ഷോട്ടിൽ ഹാൻഡ് എന്ന നീഞ്ച ഓർഗനൈസേഷന്റെ നീഞ്ചാസിനോട് പോരാടുമ്പോൾ പീറ്റർ പാർക്കറിന്റെ കണ്ണുകൾ കറുത്ത കളറിലാണ് കാണപ്പെടുന്നത്. ചില ഫാൻസ് പറയുന്നത് ഒരുപക്ഷെ പീറ്റർ പാർക്കറിന്റെ ഉള്ളിൽ വെനത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്നാണ്. മറ്റു ചില ഫാൻസ് പറയുന്നത് പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്ത് അവസാനം അവൻ ഒരു മാൻ സ്പൈഡർ ആകുമെന്നാണ്. ഇതിൽ രണ്ടാമത്തെ റൂമറിനോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. പീറ്റർ പാർക്കർ മാൻ സ്പൈഡർ ആയിട്ട് മാറുമോ? പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മാൻ സ്പൈഡർ ആയിട്ട് മാറിയാലും അവനെ ക്യൂർ ചെയ്യാൻ സാധ്യതയുള്ള ക്യാരക്ടർ ഡോക്ടർ ബ്രൂസ് ബാനർ ആയിരിക്കും. തന്റെ DNA മ്യൂട്ടേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പീറ്റർ പാർക്കർ ബ്രൂസ് ബാനറിനെ കാണാൻ വേണ്ടി പോകുന്നതായിട്ട് ട്രെയിലറിൽ നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും പീറ്റർ പാർക്കർ മാൻ സ്പൈഡർ ആയി മാറിയാൽ അവനെ ക്യൂർ ചെയ്യുക ബ്രൂസ് ബാനർ തന്നെയാകും. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്.
സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയെ റിലേറ്റ് ചെയ്തുള്ള മറ്റു വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ പലരും മിസ്സാക്കിയ ടൈനി ഡീറ്റെയിൽസിനെ പറ്റിയും ഈസ്റ്റർ എക്സിനെ പറ്റിയുമുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും മറക്കാതെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.